പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കുന്നത് +2 ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. +2 ഫിസിക്സിലെ 15 ചാപ്റ്റേഴ്സാണ് ആകെയുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ചുരുക്കി പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. ആ പഠിച്ചു കഴിയാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ്, ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നോട്ട് ബുക്ക് ആണെങ്കിലും ഒന്ന് വായിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളൊന്ന് പോകാൻ തയ്യാറായിട്ടിരിക്കുക. എല്ലാവരും കണ്ണടച്ചു. കണ്ണടയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക, അല്ലെ? അപ്പോ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കട്ടെ, പുറം കണ്ണ് അടച്ച് ഉൾക്കണ്ണൊന്ന് തുറന്നിരിക്കുക. നമുക്ക് യാത്ര തുടങ്ങാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഒന്നുകൂടി നന്നായി പറയാം, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു പോകാം. നിങ്ങൾ കണ്ണടച്ചു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഈ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ഒന്ന് ഓടിച്ചു പോവുകയാണെ. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് 2 തരത്തിലുള്ള ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഇനി എങ്ങനെയാണ് വസ്തുക്കളെ ചാർജ് ചെയ്യുക എന്ന് മനസ്സിലായി. വസ്തുക്കളെ ചാർജ് ചെയ്യാനുള്ള വഴി 1 ഫ്രിക്ഷൻ, 2 കണ്ടക്ഷൻ, 3 ഇൻഡക്ഷൻ. അപ്പോൾ അത് ചാർജ് ചെയ്യാനുള്ള വഴി ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. അടുത്തത് നമ്മൾ പറഞ്ഞത് ചാർജിന്റെ പ്രോപ്പർട്ടീസ്. 1 ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, Q = ± NE. 2 interaction between the charges, like charges repel and unlike charges attract. 3 conservation of charge, total charge of a system is constant. 4 additive nature of charge. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നീട് നമ്മൾ ചാർജിനെ SI യൂണിറ്റ് പറഞ്ഞു, കുളൂംബ്. ഡയമെൻഷണൽ ഫോർമുല എഴുതി. ചാർജ് ഈസ് കറന്റ് ഇൻറ്റു ടൈം ആയതുകൊണ്ട് IT എന്ന് എഴുതാം. ഐക്ക് പകരം A എന്നും ഡയമെൻഷണൽ ഫോർമുല എഴുതാം. കറന്റിന് I എന്ന് ഉപയോഗിക്കാം, A എന്ന് ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാർജിന്റെ സ്വഭാവവും പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയി ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാണിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ആ ഫോഴ്സുമായി ബന്ധപ്പെട്ട കുളൂംബ്സ് ലോ പഠിച്ചു. F = 1/4πε0 Q1 Q2/r². അക്ഷരങ്ങള് F എന്ന് പറഞ്ഞാൽ Q1-നും Q2-നും ഇടയ്ക്കുള്ള ഫോഴ്സാണ്. R എന്ന് പറഞ്ഞാൽ Q1-നും Q2-നും ഇടയ്ക്കുള്ള ദൂരമാണ്. അതിലെ ε0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റിയാണ്. വാല്യൂ 8.85 × 10⁻⁻12 ആണ്. εr എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. എയർ തന്നെയാണ് ആ മീഡിയം എങ്കിൽ εr = 1 ആണ്. വെള്ളമാണ് ആ മീഡിയം എങ്കിൽ 81 ആണ്. ഒരു മെറ്റലാണ് ആ മീഡിയം എങ്കിൽ εr ഈസ് ഇൻഫിനിറ്റി ആണ്. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു. ഇതിനെ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ചാർജസ് ആയിരുന്നു. 2ൽ കൂടുതൽ ചാർജുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു ചാർജിന് അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് ഓരോരുത്തരും ആ ചാർജിന്റെ മുകളിൽ ഉണ്ടാക്കിയ ഫോഴ്സുകളുടെ വെക്റ്റർ സം ആണെന്ന് മനസ്സിലായി. അങ്ങനെ സൂപ്പർ പൊസിഷൻ ഓഫ് ചാർജസ് മനസ്സിലായി. പിന്നീട് നമ്മൾ യാത്ര തുടർന്നപ്പോൾ കണ്ടെത്തിയത് ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് പോയത്. ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള സ്ഥലം എന്താണ് മനസ്സിലായി? എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? മണ്ഡലമാണ്. മണ്ഡലം, വൈദ്യുതി മണ്ഡലം.
എന്താ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലത്തിലാണ് പൊന്നാനിക്കാരുള്ളത്. അപ്പൊ മണ്ഡലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഇതുപോലെ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ശക്തി കാണിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് നമ്മൾ എത്തി. ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ ഇലക്ട്രിക് ഫീൽഡിലെത്തി. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ആദ്യം ഉപയോഗിച്ച വാക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. രണ്ടാമത് ഉപയോഗിച്ച വാക്ക് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ആണ്. മൂന്നാമത് ഉപയോഗിച്ച വാക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപാദിച്ചു പോയി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. +1 കുളോമിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. E = F/Q എന്നുള്ള ഫോർമുല എഴുതി, ന്യൂട്ടൺ പെർ കുളോം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് എഴുതി, വെക്റ്റർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടെത്തിയത് 5 കേസുകളിൽ ഡിറൈവ് ചെയ്തു. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/4πε0 Q/r². രണ്ടാമത് ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആക്സിയൽ പോയിന്റില് 1/4πε0 2p/r³. ഇക്വറ്റോറിയൽ പോയിന്റിലെ ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 p/r³. പിന്നീട് നമ്മൾ യൂണിഫോംലി ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തി 1/2πε0 λ/r. പിന്നീട് നമ്മൾ പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തി σ/2ε0. അവസാനം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തിയത് യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ കണ്ടെത്തി, ആൻഡ് ദാറ്റ് വാസ് ഈക്വൽ ടു 1/4πε0 Q/r² or σ/ε0 ക്യാപിറ്റൽ R² സ്മോൾ r². ലെറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണലായിരുന്നു നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത്രയും ആൾക്കാരുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ തുടർന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്താന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഇലക്ട്രിക് ഡൈപോൾ എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് +Q - Q. ഒരു പോയിന്റിലാണോ ഇരിക്കുക? അല്ല, ദേ ആർ സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ്. ആ ഇടയ്ക്കുള്ള ദൂരത്തിനെ നമ്മൾ 2a എന്നുള്ള അക്ഷരം കൊണ്ട് കാണിച്ചു. ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ വെക്ടറായി പറഞ്ഞു. -Q നിന്ന് +Q പറഞ്ഞു. അതിനുശേഷം അതിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന P എന്നുള്ള അക്ഷരം കൊണ്ട് കാണിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കൊണ്ടുവന്നു. വാട്ട് വാസ് ഡൈപോൾ മൊമെന്റ്? P = Q × 2a. വെക്ടർ ആണ്, ഡയമെൻഷണൽ ഫോർമുല. ക്യൂവിന്റെ സ്ഥാനത്ത് IT, 2a സ്ഥാനത്ത് L. അപ്പൊ ITL. SI യൂണിറ്റ് കുളൂംബ് മീറ്റർ. ഡയറക്ഷൻ വെക്ടർ ആണ്, ഡയറക്ഷൻ -Q നിന്ന് +Q. ഇങ്ങനെ ഡൈപോൾ മൊമെന്റിനെ കുറിച്ച്. തുടർന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ അനുഭവിക്കുന്ന ടോർക്കും ഫോഴ്സും നമ്മൾ കണ്ടെത്തി. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരുന്നാൽ അതിന്റെ മുകളിലുള്ള ആകെ ഫോഴ്സ് 0ആണ്. QE - QE 0ആയി. പക്ഷെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്താ ചെയ്യും? അതിനെ ഒന്നിങ്ങനെ തിരിക്കും. അപ്പൊ അതിന് റൊട്ടേഷൻ ഉണ്ടാവും. അതിനുമായി ബന്ധപ്പെട്ട ടോർക്ക് നമ്മൾ കണ്ടെത്തി PE sin θ അല്ലെങ്കിൽ P × E. ക്ലിയർ ആണല്ലോ? ഒരു ഡെറിവേഷനാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ചെയ്തതാണ് P × E. അപ്പോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോള് എന്ത് ചെയ്യും? നോ ട്രാൻസ്ലേറ്ററി മോഷൻ ബട്ട് ദർ ഇസ് എ റൊട്ടേറ്ററി മോഷൻ. നോ നെറ്റ് ഫോഴ്സ് ബട്ട് ദർ ഇസ് എ ടോർക്ക്. അപ്പൊ നമ്മൾ അടുത്ത കേസ് പറഞ്ഞു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസസ് ഫോഴ്സ് 0 ആവില്ല, നെറ്റ് ഫോഴ്സും ഉണ്ടാവും, നെറ്റ് ടോർക്കും ഉണ്ടാവും. അപ്പൊ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസസ് ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. So it will have both translatory motion and rotatory motion. Translatory motion ഉണ്ടാവും, rotatory motion ഉണ്ടാവും. ഇങ്ങനെ ആ ചർച്ച കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് നേരത്തെ പറഞ്ഞ പോലെ ഡിറൈവ് ചെയ്തു.
എത്രയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്? ആക്സിയൽ ലൈനിൽ അപ്രോക്സിമേറ്റ്ലി E ഈക്വൽ ടു 1/4πε0 2p/r³. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ്, ആർ എന്ന് പറഞ്ഞാൽ ദൂരം. ആ ആറ് ഡൈപോളിന്റെ ലെങ്ത്തുമായിട്ട് അപേക്ഷിക്കുമ്പോൾ വളരെ വലുതാണെങ്കിലാണ് ഈ ഫോർമുല നമ്മൾ ഉപയോഗിച്ചത്. കറക്റ്റ് ഫോർമുല അല്ല, അപ്രോക്സിമേറ്റ് ഫോർമുല. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 q/r², E പ്രൊപ്പോർഷണൽ ടു 1/r² ആണെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ E പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തി 1/4πε0 p/r³ അപ്രോക്സിമേറ്റ്ലി. ഡെറിവേഷൻ നിർബന്ധമായി പഠിച്ചിരിക്കണം. അപ്പൊ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് എവിടെ ഉണ്ടാവുക? ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. ഒരേ ദൂരം, സെന്ററിൽ നിന്ന് ആണ് ദൂരം അളക്കുക. ഡൈപോളിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരം ഇക്വറ്റോറിയൽ പോയിന്റിലേക്ക് ഉള്ള ദൂരവും ആക്സിയൽ പോയിന്റിലേക്കുള്ള ദൂരവും സെയിം ആണെങ്കിൽ ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാവുക. ഇങ്ങനെ ആ ചർച്ച നമ്മൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയ സ്ഥലമായിരുന്നു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. പിക്ചോറിക്കലി ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കാനുള്ള വഴിയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതിനൊന്ന് ഡിഫൈൻ ചെയ്തു നമ്മൾ. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പോകാൻ സാധ്യതയുള്ള വഴിയാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. കുറച്ച് പ്രോപ്പർട്ടികൾസ് എഴുതി. എന്തൊക്കെ എഴുതിയത്? പോസിറ്റീവ് ചാർജ് എന്നാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് പുറപ്പെടുക. നെഗറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുക. ഒരിക്കലും രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് കൂട്ടിമുട്ടില്ല എന്ന് പറയാൻ കാരണം ലൈൻ ഓഫ് ഫോഴ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. അപ്പൊ രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് കൂട്ടിമുട്ടിയാൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, രണ്ട് ഡയറക്ഷൻ ആവും. ഇമ്പോസിബിൾ ആണ്. അപ്പൊ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട്. At any point on the electric line of force, the tangent will give the direction of electric field. മൂന്നാമത്തെ ക്വാണ്ടിറ്റി പറഞ്ഞു, the number of electric lines of force passing normally through unit area around a point is electric field intensity at that point. ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ കാണാൻ ആ പോയിന്റിന് ചുറ്റും വൺ ഏരിയയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എത്ര ഉണ്ട്? എങ്ങനെ പോകണം? തുളച്ചു പോകണം, നോർമലായി പോകണം. ആ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസർ ആണെങ്കിൽ, അടുത്താണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആണ്. ഐസൊലേറ്റഡ് പോയിന്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്ട്രൈറ്റ് ലൈൻ പുറത്തേക്ക്. ഐസൊലേറ്റഡ് പോയിന്റ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്ട്രൈറ്റ് ലൈൻ ഇൻവേർഡ്സ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവ് ചാർജ് നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് കർവ്ഡ് ഏറോ മാർക്ക് പുറത്തേക്ക് ഇടണം, നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്ക് ഇടണം. ഇങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പാരലൽ ലൈൻസ് ഒരേ ഡയറക്ഷനിൽ ഏറോ മാർക്ക് ഇടണം. ഇങ്ങനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനും മനസ്സിലാക്കി. തൊട്ട പിന്നാലെ വന്നു ഇലക്ട്രിക് ഫ്ലക്സ്. എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്? ഒരു സർഫസ് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിൽ. ആ സർഫസിലൂടെ തുളച്ചു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ നമ്പർ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. എങ്ങനെ തുളച്ചു പോകണം? പാരലായിട്ടാണോ? അല്ല, നോർമലായി പെർപെൻഡിക്കുലറായി ഒരു സർഫസിലൂടെ തുളച്ചു പോകുന്ന ആകെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. വൺ ഏരിയയിലൂടെ നോർമലായി തുളയ്ക്കുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ. അപ്പൊ എ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എത്രയായിരിക്കും വരിക? ഇ ഇൻറ്റു എ. സോ ഇലക്ട്രിക് ഫ്ലക്സും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയയാണ്. പക്ഷെ അത് നോർമൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ചെയ്തു. അപ്പൊ എന്തായിരുന്നു അത്? ഏരിയനെ നമ്മൾ ഏരിയ വെക്ടർ ആയിട്ട് സങ്കല്പിച്ചു. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏരിയയുടെ നോർമൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഏരിയയ്ക്ക് പാരലൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഏരിയയ്ക്ക് നോർമൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം ആകണം. അതിനുവേണ്ടി നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരായിരുന്നു തീറ്റ? ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. ഏരിയ വെക്ടർ ഈസ് സർഫസിന്റെ നോർമൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഏരിയ വെക്ടർ 0 എപ്പോഴാണ് ഏരിയ വെക്ടർ 0 ആവുക? സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് നോർമൽ ആകുമ്പോൾ. സർഫസിന്റെ നോർമൽ അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാവും. അപ്പൊ വെൻ ദ സർഫസ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്, ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ആ സമയത്ത് ഫ്ലക്സ് മാക്സിമം.
when the surface is parallel to the electric field, the angle between area vector and electric field is 90 degree. ആ സമയത്ത് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് 0. ഇത് വേണമെങ്കിൽ നമ്മളൊരു കോസ് കമ്പോണന്റിനെ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചു ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. E is electric field, A is area of the surface, theta is angle between electric field and area vector. Area vector is normal to area. ഇങ്ങനെ ഫ്ലക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫ്ലക്സ് ഇ എ കോസ് തീറ്റ ആയതുകൊണ്ട് എന്തായത് ഇ ഡോട്ട് എ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, സർഫസ് ഇന്റഗ്രൽ ഓഫ് electric field. Integral E dot ds is surface integral of electric field ആണ്, and that is named as electric flux. അപ്പോൾ electric flux is total number of electric lines of force passing normally through the surface, which is calculated as surface integral of electric field. അത് E dot area ആയതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. SI യൂണിറ്റ് ഈസ് വോൾട്ട് മീറ്റർ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളൂം മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഡയമെൻഷൻ ഫോർമുല, യൂണിറ്റ്, സ്കെലാർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന സംഭവം എന്തിനായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ. ആരെ പോലെ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ പോലെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പോലെ ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് എത്തി. അപ്പോഴാണ് നമ്മൾ തുടർന്ന് വേഗം എളുപ്പമായി ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴി. എന്താ വഴി? പുതിയൊരു തിയറം, കുളൂംസ് ലോയ്ക്ക് ശേഷം ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ നിയമം പഠിച്ചു, ഗോസസ് ലോ. ഗോസസ് തിയറം പറഞ്ഞു. ഗോസസ് തിയറം എന്താ പറഞ്ഞത്? ഒരു ക്ലോസ്ഡ് സർഫസിൽ ആകെ ഇലക്ട്രിക് ഫ്ലക്സ് സമം ഫ്രീ സ്പേസിലാണെങ്കിൽ 1/ε0 ഇൻറ്റു എന്തായിരുന്നു ടോട്ടൽ ചാർജ്, അതിൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. സിമ്പിൾ ഫോർമുല ഫൈ ഇസ് ഈക്വൽ ടു 1/ε0 Q. Q ഈസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പൊ ഗോസസ് തിയറം മനസ്സിലായി, അതിനെ പ്രൂവ് ചെയ്തു. പിന്നീട് നമ്മൾ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഓടി കയറി. എന്താണ് നമ്മൾ അവസാന ഭാഗം? 3 അപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തു. ഏതൊക്കെ അപ്ലിക്കേഷൻസ് ചെയ്തത്? യൂണിഫോംലി ചാർജ്ഡ് സ്ട്രേറ്റ് വയർ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തി. യൂണിഫോംലി ചാർജ്ഡ് സ്ട്രേറ്റ് വയർ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുമ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്തു. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത ഗോസിയൻ സർഫസ്, ക്ലോസ്ഡ് സർഫസ്, ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ഗോസിയൻ സർഫസ് വാസ് സിലിണ്ടർ. പിന്നെ ഡെറിവേഷൻസ് നമ്മൾ ചെയ്തു. ഒക്കെ നോട്ട് ബുക്ക് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ഡിറൈവ് ചെയ്ത് പഠിക്കുക. അവസാനത്തെ ഫോർമുല ഇമ്പോർട്ടന്റ്. എന്തായിരുന്നു കിട്ടിയത്? 1/2πε0 λ/r ഇലക്ട്രിക് ഫീൽഡ്. E is proportional to 1/r. അടുത്ത അപ്ലിക്കേഷൻ ചെയ്തു. ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. പ്ലെയിൻ ഷീറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ, അപ്പൊ നേരത്തെ പറഞ്ഞാൽ ഒരു സാധനം വിട്ടുപോയി. എന്തായിരുന്നു? ലാംഡ അല്ലെ? സ്ട്രേറ്റ് വയറിലെ ഒരു നീളത്തിലെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ യൂണിഫോമിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരുന്നു ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് Q/L, കുളൂംബ് പെർ മീറ്റർ. ഓക്കെ. അതേപോലെ ഒരു പ്ലെയിൻ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടി, സർഫസിലെ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൊണ്ടുവന്നു. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. വാട്ട് വാസ് ദാറ്റ്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ Q/A, കുളൂംബ് പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെ സിഗ്മ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയ തിന്നായ ഒരു പ്ലെയിൻ ഷീറ്റ് യൂണിഫോംലി ചാർജഡ് ആണെങ്കിൽ അതിനടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടെത്തി. എത്രയായിരുന്നു ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടെത്തിയത്? σ/2ε0. σ/2ε0. അവിടെയും ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സങ്കല്പിച്ച ആ ഗോസിയൻ സർഫസ് വാസ് എ സിലിണ്ടർ. നമ്മൾ അവിടെ കണ്ടെത്തിയത് എന്തായിരുന്നു? ഇറ്റ് വാസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ആറുമായി ഒരു ബന്ധമില്ല. ഗ്രാഫ് വരയ്ക്കാൻ പോയാൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലും ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും എടുത്താൽ ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ഡിസ്റ്റൻസ്. സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ഡിസ്റ്റൻസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ കിട്ടും. അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് കണ്ടു. 2 ഷീറ്റുകൾ ഒരേ ചാർജ് ഡെൻസിറ്റി ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഉള്ള 2 പാരലൽ ഷീറ്റുകൾ വെച്ചിരുന്നാൽ അതിന്റെ പുറം ഭാഗങ്ങളിലെ ഇലക്ട്രിക് ഫീൽഡ് 0ആണ്. ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ്. അതിന്റെ വാല്യൂ σ/ε0 ആണ്. ഇതും കണ്ടു. പിന്നീട് നമ്മൾ യാത്ര തുടർന്നപ്പോൾ അവസാന സ്റ്റോപ്പിലെത്തി. ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാന സ്റ്റോപ്പിലെത്തി. എന്തായിരുന്നു അവസാന സ്റ്റോപ്പ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ. അവിടെ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിച്ചത് ഒരു സ്പെറിക്കൽ സർഫസ് തന്നെയാണ് ഗോസിയൻ സർഫസ് ആയത്. അപ്പൊ ക്യാപിറ്റൽ Q ചാർജ് ഉള്ള, സിഗ്മ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആളുടെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ
സ്മോൾ ആർ ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഉത്തരം ഡിറൈവ് ചെയ്തു. E ഈക്വൽ ടു 1/4πε0 Q by സ്മോൾ ആർ സ്ക്വയർ. പോയിന്റിലേക്കുള്ള ദൂരത്തിനായിട്ട് E ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ആ ഫോർമുല ഒന്ന് മാറ്റി എഴുതി ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി. എന്തായിരുന്നു? E ഈസ് ഈക്വൽ ടു σ/ε0 ക്യാപിറ്റൽ R² by സ്മോൾ r². ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് ദ spherical shell, small r is distance to the point. So E is proportional to 1/r² and it is just like an isolated point charge. So spherical charge distribution is acting as a point charge situated at the center of the shell. അതിന്റെ കേസുകൾ നമ്മൾ കണ്ടു. ആ പോയിന്റ് സർഫസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. എത്രയാണത്? σ/ε0 ആണ്. അല്ലെങ്കിൽ 1/4πε0 Q by capital R² ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എത്തി. ആ കണ്ടക്ടറിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്രൂവ് ചെയ്തു 0 ഇങ്ങനെ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 വിളിച്ചൊരു പേരുണ്ടായിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അതിന്റെ അപ്ലിക്കേഷൻസും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മിനിമം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഞാനൊന്ന് ഓടിപ്പോയി 10-21 മിനിറ്റായി. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊരു ധാരണ ഉണ്ടാവുക. കണ്ണ് തുറന്നോളൂ. കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് പുറം കണ്ണ് തുറന്നോളൂ. ഉൾക്കണ്ണ് അടയ്ക്കണ്ട, ഉൾക്കള്ളും തുറന്നിരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഓർമ്മിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഗോസസ് തിയറം ആൻഡ് അപ്ലിക്കേഷൻ. നിറപറയില്ലാത്ത സാമ്പാറില്ല എന്ന് പറഞ്ഞ പോലെ ഗോസസ് തിയറവും അപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു +2 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് ഗോസസ് തിയറവും അപ്ലിക്കേഷൻസും ഒന്ന് നന്നായിട്ട് ഓർമ്മിക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ജനറൽ ആയിട്ടുള്ള കുറെ ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. എന്തായാലും കൺസെപ്റ്റ് നിങ്ങൾ കൂടെ എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് ഓടി പറയാനുള്ള ഒരു വിവരം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനി നിങ്ങൾ ഒന്നും കൂടി പുസ്തകം വായിക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിലൂടെ പോയി ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒന്നാമത്തെ ചാപ്റ്റർ സന്തോഷപ്രദമായിരിക്കട്ടെ. അതിൽ നിന്ന് പരമാവധി മാർക്ക് കിട്ടട്ടെ. പരമാവധി 5-6 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷനിൽ പ്രതീക്ഷിക്കാം. അത് മുഴുവൻ നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കണം. ഒരു 6 അടിക്കുന്ന പോലെ 60 മാർക്കിലേക്കുള്ള ദൂരത്തിലെ ഒരു 6 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായി എന്ത് ചോദിച്ചാലും കിട്ടാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അപ്പൊ അതിനുവേണ്ട പഠനം നിങ്ങൾ തുടരുക. ഓക്കെ, താങ്ക് യു.